എരിവും പൊളിയും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? നമ്മളിവിടെ ഓക്കെയാണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മീൻകറിയാണ്. കൊടംപുളി ഇട്ട നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മീൻകറി. നമ്മൾ കേരളീയര് ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരിക്കലും മടുക്കാത്ത, എന്നാൽ എപ്പോഴും കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് ചോറും മീൻകൂട്ടാനും അല്ലേ? അപ്പോൾ അതിലെ മീൻകൂട്ടാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കൊടംപുളി ഇട്ടാണ് മീൻകറി വെക്കുന്നത്. ചില സൈഡിലോട്ടൊക്കെ, കേരളത്തിൽ തന്നെ ചില സൈഡിലോട്ട് പിഴുപുളി ഇട്ട് മീൻകറി വെക്കാറുണ്ട്. എന്നാൽ നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്ന മീൻകറിയിൽ കൊടംപുളി ഇട്ട നല്ല എരിവ് പുളിയൊക്കെയുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ ഞാൻ സംസാരിപ്പിച്ച് അധികം ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മീൻ മുളകിട്ടത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിഷ് ഏട്ടക്കൂരിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്നതാണ്, ഇവിടെയും കിട്ടും. ഞാൻ അതിനെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായി ഉപ്പിട്ട് കഴുകിയെടുത്തിട്ട് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ചില മീനുകൾക്കൊരു സ്മെല്ലുണ്ടാവും, എല്ലാവർക്കും ആ സ്മെല്ല് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം നമുക്ക് നെമ്മീനൊക്കെ ആണെങ്കിലും ഒരു സ്മെല്ല് വരും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ച് വെച്ച് ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. വിനീഗറും ഒഴിക്കാം കേട്ടോ, പക്ഷെ പൊടിഞ്ഞു പോവാതെ നോക്കിക്കോണം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ നമ്മുടെ സാദാ മുളകില്ലേ, നാട്ടിലെ മുളകും കൂടെ മിക്സ് ചെയ്തതാണ്. അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി 1 നുള്ള്. അതേപോലെ ഒരു വലിയ തക്കാളിയും 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നുറുങ്ങിയത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഒരു 10 ഉണ്ടാവും. ആവശ്യത്തിന് കറിവേപ്പില വേണം, ഉപ്പും പിന്നെ എണ്ണയും. അതുപോലെ ഈ മീൻ മുളകിട്ടതിന് ഞാൻ യൂസ് ചെയ്യുന്ന പുളി കൊടംപുളിയാണ്. നമ്മുടെ അങ്ങോട്ടൊക്കെ ആ സൈഡിലോട്ടൊക്കെ ആലപ്പുഴ സൈഡെല്ലാം എല്ലാവരും കൊടംപുളി ഇട്ടാണ് മീൻകറി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ മീൻകറിക്ക് നമ്മൾ ഒരുപാട് ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ അത് അധിക ദിവസം ഇരിക്കില്ല, ചീത്തയായിപ്പോവും. അപ്പോൾ നമ്മൾ ഈ മീൻകറിയൊക്കെ, മുളകിട്ട മീൻകറി നമ്മൾ 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ആ ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ മീനിലോട്ട് പിടിച്ച് നല്ല കുറുകിയൊക്കെ അങ്ങ് വരുന്നത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും 2-3 ദിവസം നമ്മൾ ഇത് കേടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അധികം ഉള്ളിയൊന്നും ചേർക്കരുത്. അപ്പോൾ കൊടംപുളി ആണ് ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കി തുടങ്ങിയാലോ? ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രുചി ഫീൽ ചെയ്യും. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആദ്യം ഇടേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് അതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതുണ്ട്. അത് നന്നായി ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായി മൂപ്പിച്ചെടുക്കണം.
അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കറി ഇങ്ങനെ ചട്ടിക്കകത്ത് ഓരോ ദിവസവും ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരും. അപ്പോൾ അത് നമ്മുടെ മീൻ മുളകിട്ടത് കേടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉള്ളിയില്ലേ അത് നന്നായി വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ ആ ഉള്ളി ഇങ്ങനെ വഴരാതെ കിടന്നു കഴിഞ്ഞാൽ കറി പെട്ടെന്ന് ചീത്തയായി പോവും. മീൻ മുളകിട്ടത് എപ്പോഴും അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി എരിവും ഉപ്പും എല്ലാം കൂടെ ബ്ലെൻഡായി കിട്ടണമെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് കഴിച്ചു നോക്കണം. നമ്മുടെ ചോറിൻ്റെ കൂടെയോ പലഹാരങ്ങളുടെ കൂടെയോ, അതായത് വെള്ളയപ്പോ ഒക്കെ ആയാലും വളരെയധികം ടേസ്റ്റിയാണ് ഈ മീൻകറി കൂട്ടി കഴിച്ചാൽ. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് കുറച്ചേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ടല്ലോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇല്ലേ, നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം നല്ല പേസ്റ്റ് മൂപ്പിച്ചിട്ട് നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. ആ മൂപ്പിച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നന്നായി കിടന്ന് മൂക്കണം. അതുപോലെ നമ്മുടെ ഈ മീൻകറിക്ക് എങ്ങനെയാണെന്നറിയോ ഒരു കളറ് വരുന്നത്? നമ്മൾ ഈ എണ്ണയിൽ കിടന്ന് മൂക്കില്ലേ, നമ്മൾ ഏത് കറിക്കാണെങ്കിലും ഇപ്പം ഇറച്ചിക്കറിക്കാണെങ്കിൽ പോലും നമുക്കതിനൊരു നല്ല ബ്രൗണിഷ് കളറ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് മൂപ്പിച്ചാൽ അതങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഇതൊന്ന് കരിയാതെ നോക്കണം. ഇതൊക്കെയും സിമ്മിലിട്ടാണ് ചെയ്യേണ്ടത്. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യും. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മൂക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന പുളിയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പുളി ഓരോ പുളിയുടെ പുളിപ്പനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചില പുളി നമുക്ക് നല്ല പുളി ഫീൽ ചെയ്യും. അത് നമ്മൾ നേരത്തെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞാനിപ്പം അത്യാവശ്യം പുളിപ്പുള്ള പുളിയാണ്, കുടംപുളിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ അതുപോലെ അതിനനുസരിച്ച് ചേർക്കുകയാണ്. പുളി ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും. നമുക്ക് നോക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് എരിവും പുളിയും ഉപ്പും ഒന്ന് പിടിക്കട്ടെ. നന്നായി തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരവും കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചിട്ട് മീൻ കഷ്ണങ്ങൾ അതിലേക്കിടാം. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ടാലോ. ഇനി നമുക്കിത് സിമ്മിലാക്കി വെച്ചിട്ട് ഫിഷിനെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കറി നല്ലതായിട്ട് തിളച്ച് മീനൊക്കെ വെന്ത് കണ്ടോ, എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നുണ്ടോ. നമുക്ക് ഒരു കുറച്ച് ലേശ എണ്ണയും കൂടെ ഒന്ന് ഇറ്റിച്ചു കൊടുക്കാം. 2 കറിവേപ്പിലത്തണ്ട് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കുടംപുളിയിട്ട മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, 2-3 ദിവസം ഇരുന്നിട്ടുണ്ടല്ലോ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. See you again with another recipe. Bye.